ഭഗവാൻ ശ്രീഭഗവാനുവാച ത്വയാ അഹം തോഷിതാസാമി ദേവഗർഭാശുശ്രൂഷയാ ചിരം ഭൂപ്രൂദേന തപസാ ദുസ്തോഷാകൂടയോഗിന. ശ്രീഭഗവാനുവാച തോയാ അഹം തോഷിതാസാമി വേദഗർഭാശുശ്രൂഷയാ ചിരം പ്രൂദേന തപസാ ദുസ്തോഷാകൂടയോഗിനാം. ശ്രീഭഗവാനുവാച സോഹം ദോഷിതാസാമി വേദഗർഭാശുശ്രൂഷയാ ചിരം പ്രൂദേന തപസാ ദുസ്തോഷാകൂടയോഗിന. ഹരേ കൃഷ്ണ. മിശ്രയുടെ ഒരു ശിഷ്യൻ പോർട്ട് അതോറിറ്റി ബസ് ടെർമിനലിൽ നിന്നും സ്വീകരിച്ച് നേരെ ഒരു ഭാരതീയ ഉത്സവമേള നടക്കുന്ന നഗരത്തിന്റെ ഒരു ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഭക്തിവേദാന്ത സ്വാമി ഡോക്ടർ മിശ്രയെയും അദ്ദേഹത്തിന്റെ സ്നേഹിതൻ രവിശങ്കറെയും രവിശങ്കറിന്റെ സഹോദരനും നർത്തകനുമായ ഉദയശങ്കരെയും നേരിൽ പരിചയപ്പെട്ടു. അതിനുശേഷം സ്വാമികൾ ഡോക്ടർ മിശ്രയോടൊപ്പം ഹഡ്സൺ നദിക്കരയിലുള്ള 33 റിവർ സൈഡ് ഡ്രൈവിലെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ചെന്നെത്തി. ഈ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ 14ാമത്തെ നിലയിലായിരുന്നു. ഡോക്ടർ മിശ്ര ഭക്തിവേദാന്ത സ്വാമിയുടെ ഉപയോഗത്തിനായി സ്വന്തമായ ഒരു മുറി തന്നെ നൽകി. ഡോക്ടർ മിശ്ര നാടകീയതയും പ്രദർശന തൽപരതയും ശീലമാക്കിയ വ്യക്തിയായിരുന്നു. മിന്നിപ്പായുന്ന നോട്ടങ്ങളും ആശയവ്യഞ്ജകങ്ങളായ ആംഗ്യങ്ങളും അദ്ദേഹം ശീലമാക്കിയിരുന്നു. അത്യാകർഷകവും മനോഹരം എന്നീ വാക്കുകൾ അദ്ദേഹം മുറയ്ക്ക് ഉപയോഗിക്കുമായിരുന്നു. ഒരു ഗുരുവിന്റെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും കൗശലപൂർവമായ മിനുക്കുപണികൾ നടത്തി ഇപ്പോഴദ്ദേഹം ഗുരുവിന്റെ ആശയത്തിന് സ്വയം ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുമുണ്ട്. ചില ന്യൂയോർക്കുകാർ ഉന്നത സമൂഹക്കാരുടെ സ്വാമി, അപ് ഡൗൺ സ്വാമി എന്ന് വിശേഷിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം സന്യാസം സ്വീകരിച്ചിരുന്നെങ്കിലും സന്യാസാശ്രമത്തിന് അനുയോജ്യമായ കാവിമുണ്ടും കുർത്തയും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ വേഷവിധാനം. മറിച്ച് കൃത്യമായി ടൈലർ ചെയ്യപ്പെട്ട നെഹ്റു ജാക്കറ്റുകളും വെള്ള സ്ലാക്കുകളുമാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ നിറം കറുത്തതെങ്കിൽ ഭക്തിവേദാന്ത സ്വാമിയുടെ സ്വർണ്ണ നിറവും ഡോക്ടർ മിശ്രയ്ക്ക് ഇടതൂർന്ന കറുത്ത മുടിയും ഉണ്ടായിരുന്നു. 44 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന അദ്ദേഹം ഭക്തിവേദാന്ത സ്വാമിയുടെ മകന് സമാനമേ ആയിരുന്നുള്ളൂ. എന്നാൽ ആ പ്രായത്തിലും അദ്ദേഹത്തിന് പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഭക്തിവേദാന്ത സ്വാമിയുടെ വരവോടെ അദ്ദേഹത്തിന് വളരെ ആശ്വാസമുണ്ടാകുന്ന ഒരു പൂർണ്ണ ചികിത്സ എന്ന പോലെ വരും ദിവസങ്ങൾ അനുഭവവേദ്യമായി. രാമമൂർത്തി മിശ്ര. ദിവ്യപൂജ്യ പ്രതിപാദർ ഭക്തിവേദാന്ത സ്വാമിജി വാസ്തവത്തിൽ എന്നെ സ്നേഹം കൊണ്ട് കീഴടക്കുക തന്നെ ചെയ്തു. അദ്ദേഹം സ്നേഹത്തിന്റെ അവതാരം തന്നെയായിരുന്നു. എന്റെ ശരീരം അപ്പോൾ ഒരു എല്ലും കൂടിന് സമാനം മെലിഞ്ഞു പോയിരുന്നു. അദ്ദേഹം ആ അവസ്ഥയിൽ നിന്ന് എന്നെ തിരികെ ഉയർത്തി. അദ്ദേഹത്തിന്റെ വാചകവും പ്രത്യേകിച്ച് ഭഗവാൻ കൃഷ്ണനോടുള്ള അദ്ദേഹത്തിന്റെ അസാധാരണമായ ഭക്തിയും സ്നേഹവും ഇതെല്ലാമാണ് എന്നിൽ നവജീവൻ പകർന്നത്. പാചകത്തിന്റെ കാര്യത്തിൽ ഞാനൊരല്പം മടിയനായിരുന്നു. എന്നാൽ അദ്ദേഹം നേരത്തെ എഴുന്നേറ്റ് എല്ലാം പാകം ചെയ്തു വെച്ചിരിക്കും. ഭക്തിവേദാന്ത സ്വാമി ഒരു രസതന്ത്രജ്ഞന്റെ സൂക്ഷ്മതയോടെ ഭക്ഷണം പാകം ചെയ്യുന്നതും ധാരാളം കറികൾ ഉണ്ടാക്കുന്നതും ഡോക്ടർ മിശ്രയിൽ മതിപ്പുളവാക്കുകയും അത് അദ്ദേഹം പരസ്യമായി പ്രശംസിക്കുകയും ചെയ്തിരുന്നു. സ്വാമിജി പാകം ചെയ്ത ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം സജീവമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. രാമമൂർത്തി മിശ്ര. അദ്ദേഹം എനിക്ക് തന്നത് റൊട്ടിയല്ല, പ്രസാദമായിരുന്നു. അതായിരുന്നു ജീവിതം. അദ്ദേഹം എന്റെ ജീവിതത്തിന് ഉണർവേകി. ആ സമയത്ത് ഞാൻ എത്രകാലം ഇനി ജീവിച്ചിരിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കൃത്യസമയങ്ങളിലുള്ള ഭക്ഷണക്രമം വിശന്നാലും ഇല്ലെങ്കിലും അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എഴുന്നേറ്റ് പറയും, ശരി, ഇതാ ഭഗവത് പ്രസാദം. അപ്പോൾ ഞാൻ പറയും, ശരി, ഞാൻ തയ്യാർ. ഭക്തിവേദാന്ത സ്വാമി ചിലപ്പോൾ പടിഞ്ഞാറൻ ദേശങ്ങളിൽ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കണമെന്ന തന്റെ ആത്മീയ ഗുരുവിന്റെ ദർശനം വെളിവാക്കിക്കൊണ്ട് തന്റെ അമേരിക്കൻ യാത്രയുടെ ലക്ഷ്യത്തെപ്പറ്റി അദ്ദേഹം ഡോക്ടർ മിശ്രയോട് തന്നെ സഹായിക്കുവാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ ഡോക്ടർ മിശ്ര എല്ലായ്പ്പോഴും തന്റെ അധ്യാപനത്തെയും അതിൽ തനിക്കുള്ള തിരക്കിനെയും താമസിയാതെ രാജ്യം വിട്ടു പോകുവാനുള്ള തന്റെ പദ്ധതിയെയും കുറിച്ച് കുറെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഭക്തിവേദാന്ത സ്വാമിയെ സ്വന്തം അപ്പാർട്ട്മെന്റിൽ താമസിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് സൗകര്യക്കുറവ് അനുഭവപ്പെടുകയും തുടർന്ന് അദ്ദേഹത്തെ തന്റെ തന്നെ ഹഠയോഗ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്ന
100 വെസ്റ്റ് 72 സ്ട്രീറ്റിലെ 5ാം നില മുറിയിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. അതിവിശാലമായ ആ കെട്ടിട സമുച്ചയത്തിന്റെ മധ്യഭാഗത്താണ് സ്റ്റുഡിയോ സ്ഥിതി ചെയ്തിരുന്നത്. ഓഫീസും അതിനോട് ചേർന്നൊരു സ്വകാര്യ മുറിയും ഉൾപ്പെട്ടതായിരുന്നു സ്റ്റുഡിയോ. അതിന് ജനാലകൾ ഒന്നുപോലുമില്ലായിരുന്നു. തത്വാധിഷ്ഠിതമായി നോക്കുകയാണെങ്കിൽ ഭക്തിവേദാന്ത സ്വാമിയുമായി ഡോക്ടർ മിശ്രയ്ക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹം പരമസത്യത്തിന്റെ അവ്യക്തിഗതമായ രൂപത്തെ, ബ്രഹ്മത്തെയാണ് പരമസത്യമായി അംഗീകരിച്ചിരുന്നത്. ഭക്തിവേദാന്ത സ്വാമിയാകട്ടെ ആസ്തിക വൈദിക സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പരമസത്യത്തിന് സ്വന്തമായൊരു വ്യക്തിഗത രൂപമുണ്ടെന്ന തത്വത്തെ അംഗീകരിക്കുകയായിരുന്നു. അതുവഴി വ്യക്തിഗത രൂപമായ ഭഗവാൻ പരമമായ നിലയെ പലപ്പോഴും വ്യക്തമാക്കിയിരുന്നു. ഏറ്റവും ഉന്നതമായ പരമസത്യത്തെ പൂർണ്ണമായും മനസ്സിലാക്കുകയാണെങ്കിൽ അത് വ്യക്തിഗതമാണെന്ന് വൈദിക തത്വശാസ്ത്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഭഗവത്ഗീത പറയുന്നത് പോലെ അവ്യക്തിഗത ബ്രഹ്മം എന്നത് ഭഗവാന്റെ ഉപഗണം മാത്രമേ ആകുന്നുള്ളൂ. അതായത് സൂര്യനിൽ നിന്ന് സൂര്യപ്രകാശം എപ്രകാരം നിർഗളിക്കുന്നുവോ അതുപോലെ ഭഗവാനിൽ നിന്ന് നിർഗളിക്കുന്ന ഒന്നാണ് ബ്രഹ്മം. അഗ്രഗണ്യന്മാരായ പാരമ്പര്യ ആചാര്യന്മാരും ഈ തത്വത്തെ മനസ്സിലാക്കി തന്നിട്ടുമുണ്ട്. അവരിൽ പ്രമുഖരാണ് രാമാനുജാചാര്യരും മത്വാചാര്യരും. മറുവശത്ത് ഡോക്ടർ മിശ്രയാണെങ്കിൽ പരമസത്യത്തിന്റെ അവ്യക്തിഗത രൂപം സർവ്വവ്യാപിയാണെന്നും കൂടാതെ പരമദിവ്യോത്തമ പുരുഷനായ അദ്ദേഹത്തെ അന്തിമമായി ഒരു മായയാണെന്നും പഠിപ്പിച്ച ശങ്കരനെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഭക്തിവേദാന്ത സ്വാമികളുടെ പരമ്പരയ്ക്ക് അനുസാരമായുള്ള ദൈവിക തത്വശാസ്ത്ര പ്രകാരം വ്യക്തിഗതമായതും ആധ്യാത്മിക സ്വഭാവമുള്ളതുമായ ആത്മാവ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഒരു ശാശ്വത സേവകൻ മാത്രമാണെന്നതാണ് സത്യം. എന്നാൽ ഡോക്ടർ ഹരേ കൃഷ്ണ മാതാജി. സോറി, ഹരേ കൃഷ്ണ. പ്രണാം. എല്ലാവരും വരിക. മാതാജി ആദരപൂർവ്വം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വെൽക്കം ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ തുടങ്ങാം മാതാജി. ഹരേ കൃഷ്ണ. ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി ജയോ ഗോപി ജനവല്ലഭ ജയോ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന യമുനതീരവനചാരി ജയോ രാധ മാധവ ജയോ കുഞ്ച ബിഹാരി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാൻവിതം തം സജീവം
സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഖാന്വിതാംശ്ച പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശാക്തീകം. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിൻ ഇതി നാമിനെ. നമോ ആചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാധാമദായ നഗരഗ്രാമതാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. മൂകം കരോതി വാചാലം ഭംഗും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. നീലാചല നിവാസായ നിത്യായ പരമാത്മനെ ശ്രീബലഭദ്ര സുഭദ്രാഭ്യാം ജഗന്നാഥായ തേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് 14-ാം അധ്യായത്തിന്റെ 26 വരെ എടുത്തത്. ഇനി 2 ശ്ലോകമേ ഉള്ളൂ. 26, 27 2 ശ്ലോകങ്ങൾ കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത 15-ാം അധ്യായം. ശ്ലോകം 26. മാം ചേയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. അതായത് ഇതിന്റെ വിവർത്തനം, ഏത് പരിതസ്ഥിതിയിൽ വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. ഇതേ ആശയം വരുന്ന ഒരു ശ്ലോകം ശ്രീമദ് ഭാഗവതത്തിലുണ്ട്. അതായത് ദശമസ്കന്ധം 2-ാമത്തെ വോളിയത്തിലെ ബ്രഹ്മസ്തുതിയിലെ ബ്രഹ്മാവ് ഇതേ ശ്ലോകം തന്നെ പറയുന്നുണ്ട്. അതായത് തത്തേനുകമ്പാം സുസമീക്ഷമാണാം ഭുഞ്ചാന ഏവാത്മകൃതം വിഭാഗം കൃത്വാ വപുഭിർവിദധൻ നമസ്തേ ജീവേതയോ മുക്തിപതേ സദായ ഭാഗ്. അതായത് ആരാണോ ഈ ഭൗതിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് ഭക്തിയുത സേവനത്തില് മുന്നേറുന്നത്, അങ്ങനെയുള്ളവരാണ് യഥാർത്ഥമായിട്ടും ഭഗവത് സാക്ഷാത്കാരത്തിന് അർഹത ഉള്ളവർ എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് തന്നെ പറയുന്നുണ്ട്. അതേ ആശയമാണ് ഇവിടെ ഈ ശ്ലോകത്തിലും. എല്ലാ പരിസ്ഥിതിയിലും നമുക്ക് എത്രമാത്രം കഷ്ടതകൾ വന്നാലും നമ്മളതെല്ലാം നിശബ്ദ സഹിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനം തുടർന്നു കൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സാക്ഷാത്കാര തലത്തിൽ എത്തിച്ചേരാൻ നമ്മൾ യോഗ്യതയുള്ളവരാകും. അപ്പൊ നമ്മൾ എന്തിനേയും സഹിക്കാനാണ് പഠിക്കേണ്ടത്. എത്കരോഷി യദശ്നാസി യജ്ജുഹോഷി ദദാസിയസ്. ആ ക്ലേശങ്ങളെയൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മനസ്സാ വാച കർമ്മണ അതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഭക്തിയുടെ സേവനത്തില് മുന്നേറണം. അതായത് നമ്മൾ ചെയ്യുന്നതൊക്കെ എന്താണ്? കൃഷ്ണകർമാർപ്പണമായിട്ടുണ്ട് നമ്മൾ ചെയ്യണം. ഭഗവാന് വേണ്ടി, ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കണം നമ്മളുടെ പ്രവൃത്തികളല്ല. അല്ലാതെ നമ്മള് ശരീരമല്ല ആത്മാവാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായില്ല. നമ്മൾ ഭക്തിയുടെ സേവനത്തില് മുന്നേറുക തന്നെ ചെയ്യണം. അപ്പം നമ്മള് ആ ത്രിഗുണങ്ങളെ അതിക്രമിക്കണം. നമുക്കറിയാം ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ജീവാത്മാവ് ത്രിഗുണാതീതനാണ്, ഇല്ലേ? അപ്പൊ ആ തലത്തില് നമ്മൾ ആത്മീയ തലത്തില് നമ്മൾ എത്തിച്ചേരണം. എങ്കിൽ മാത്രമേ ഭഗവാന്റെ ധാമത്തില് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ടും പരിശുദ്ധരാവണം. നമ്മൾ അല്പം പോലും മാലിന്യം നമ്മളുടെ ഉള്ളില് ഉണ്ടാവാൻ പാടില്ല.
അപ്പൊ ഇത് അർജുനന്റെ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ശ്ലോകം. അർജുനൻ ചോദിച്ചത് എന്താണ്? അതീന്ദ്രിയ അവസ്ഥയിൽ എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും? അപ്പൊ ഈ അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾ പരിമിതമാണ്. ആ പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങളുണ്ട്. അതാണ് അതീന്ദ്രിയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത ആ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് അതീന്ദ്രിയ തലം എന്ന് പറയുന്നത്. അപ്പൊ അതീന്ദ്രിയ അവസ്ഥയില് ആ തലത്തിൽ നമ്മൾ എങ്ങനെ എത്തിച്ചേരാം എന്നാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പം അതിന് നമ്മൾ എങ്ങനെയാവണം? ഈ ത്രിഗുണങ്ങൾ ഗുണാതീതരാവണം. ത്രിഗുണങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കണം. അതിന് ഭക്തിയുടെ സേവനം മാത്രമേ വഴിയുള്ളൂ. ഭക്തിയുടെ സേവനത്തിൽ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ഉള്ളിലെ ആ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്യാനും നമുക്ക് ഗുണാതീതരാവാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മായയിലാണ്, മായയുടെ ബന്ധനത്തിലാണ് നമ്മൾ. അപ്പൊ അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. അതിന് നമുക്ക് ഭഗവാന്റെ സഹായം വേണം. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ദേവി ഹേഷ ഗുണമയി മമ മായ ദുരതേയ മാമേവം പ്രപദ്യന്റെ മായാമേതാം തരന്തിരെ. എന്റെ തന്നെ ശക്തിയാണ് ഭൗതിക പ്രകൃതിയെങ്കിലും എന്നിൽ പരിപൂർണമായിട്ട് സമർപ്പിതരായാൽ നമുക്ക് നിങ്ങൾക്ക് ജീവാത്മാക്കൾക്ക് ആ ത്രിഗുണങ്ങളെ മറികടക്കാനും മായയെ മറികടക്കാനും സാധിക്കുമെന്ന്. ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പിതരായാല് ഒരിക്കലും മായ നമ്മളെ സ്പർശിക്കില്ല. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൃഷ്ണകർമാർപ്പണം. നമ്മൾ എന്ത് ചെയ്താലും ഭഗവാന്റെ സന്തുഷ്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഭഗവാനെ മാത്രമല്ല, ഭഗവാന് അനേകം വിസ്തരണങ്ങളുണ്ട്. ആ വിസ്തരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ ആരാധിച്ചാലും ഭഗവാനെ ആരാധിക്കുന്ന ഫലം തന്നെ കിട്ടും. അങ്ങനെ നമുക്ക് ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന്, ത്രിഗുണങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഭഗവാന്റെ സേവനത്തില്, ഭഗവാന്റെ രൂപവിസ്തരണങ്ങളില് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവര് ഗുണാതീതരാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഭഗവാന്റെ ആ വിസ്തരണങ്ങളെല്ലാം തന്നെ അതീന്ദ്രിയമാണ്. ഭഗവാനെ പോലെ തന്നെ സച്ചിദാനന്ദ സ്വരൂപങ്ങളാണ്. അവരെല്ലാം സർവശക്തരാണ്, സർവസാക്ഷികളാണ്, ആധ്യാത്മിക ഗുണസമ്പന്നരാണ്. അതുകൊണ്ടാണ് ഭഗവാനെയോ അവിടുത്തെ സമഗ്രമായ വിസ്തരണങ്ങളെയോ സേവനത്തിൽ ഏർപ്പെടുന്ന സ്ഥിര നിശ്ചയനായ മനുഷ്യന് അന്തിമശക്തി ഉള്ളവയെങ്കിലും പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ മറികടക്കാൻ അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഭഗവാനിൽ പരിപൂർണരായിട്ട് സമർപ്പിതരായാൽ. മായ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. മായ അങ്ങേറ്റം സ്ട്രോങ് ആണ്. നമ്മൾ ഭഗവാനിലേക്ക് കടക്കാൻ ശ്രമിക്കും തോറും മായ നമ്മളെ പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുക. മായ എന്ന് പറയുന്നത് എന്താണ്? എനർജിയാണ്, ഊർജമാണ് മായ എന്ന് പറയുന്നത്. അപ്പം നമ്മള് ആ ഭഗവാനെ പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്യുകയാണെങ്കിൽ മായയെ മറികടക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ അതിന് എന്ത് വേണം? കൃഷ്ണാവബോധവാന്മാരാകണം നമ്മള്. കൃഷ്ണാവബോധത്തിൽ വന്ന് ചെയ്യുന്ന ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ, അതായത് ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് മാത്രമേ നമുക്ക് ഈ മായയുടെ പുറത്ത് കടക്കാന് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ആധ്യാത്മിക തലത്തില് എത്തിച്ചേരാന് സാധിക്കുന്നു. അപ്പം ആധ്യാത്മിക തലത്തിൽ എത്തിച്ചേർന്നാൽ അവിടെ തുല്യതയില്ല. അതായത് ജീവാത്മാവ് ഭഗവാനും തുല്യരാണ് എന്നുള്ള ഒരു മനോഭാവം അവിടെ വരുന്നില്ല. നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ് എന്നുള്ള ആ ഒരു സ്മരണ നമ്മളിൽ ഉളവാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഭഗവാൻ ഒരാൾ എപ്പോഴും ഉയർന്നിരിക്കണം, ഭഗവാൻ ഉയർന്ന തലത്തിലാവണം. എങ്കിൽ മാത്രമേ അവിടെ എന്ത് വരുന്നുള്ളൂ? ബഹുമാനം വരുന്നുള്ളൂ, ആദരവ് വരുന്നുള്ളൂ. രണ്ടുപേരും ഒരുപോലെ ആയാലും അവിടെ ഒരിക്കലും ആദരവ് ഉണ്ടാവില്ല. അപ്പം ഭക്തി യോഗത്തിന് ആര് വേണം? ഭഗവാൻ വേണം, ഭക്തൻ വേണം. എങ്കിൽ മാത്രമേ ഭക്തിയോഗം പരിപൂർണമാവുകയുള്ളൂ. അപ്പൊ ഭഗവാനും ഭക്തനും തമ്മിലുള്ള ലവിങ് എക്സ്ചേഞ്ച്, ആ പ്രേമത്തോടെയുള്ള കൈമാറ്റമാണ് ഇതിൽ നടക്കുന്നത്, ഈ ഭക്തിയുടെ സേവനത്തില് നടക്കുന്നത്. അപ്പൊ ഭഗവാനെ സേവിക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ തലത്തിൽ എത്തിച്ചേരണം. അതീന്ദ്രിയ തലത്തിൽ എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ സേവിക്കാനുള്ള ഗുണങ്ങൾ നമ്മളിൽ കൈവരികയുള്ളൂ. ഇപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദരൻ നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. രാജാവിന്റെ ഭൃത്യരാകണമെങ്കിൽ രാജാവിനെ പോലുള്ള ഗുണങ്ങൾ ആ ഭൃത്യനിലും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ രാജാവിനെ സേവിക്കാനുള്ള യോഗ്യത കൈവരികയുള്ളൂ. ഇപ്പം വേറൊരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പം
ഗവൺമെന്റ് ജോലി കിട്ടണമെങ്കിൽ PSC പരീക്ഷ പാസ്സാവണം ഇല്ലേ? ആ PSC പരീക്ഷയാണ് സർക്കാർ ജോലിക്കുള്ള യോഗ്യത എന്ന് പറയുന്നത്. അതുപോലെയാണ് ജീവാത്മാക്കൾക്ക് ഭഗവാന്റെ ധാമത്തിലെത്തി ഭഗവാന്റെ സേവനം ചെയ്യണമെങ്കിൽ നമ്മൾ അതിന് തക്ക യോഗ്യത നേടിയിരിക്കണം. നമ്മള് ഈ വിഷയാസക്തരാവാൻ പാടില്ല. നമ്മളുടെ ഉള്ളിലെ ത്രിഗുണങ്ങളെല്ലാം അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടന്നിരിക്കണം. നമ്മള് ആ സ്വരൂപസ്ഥിതി പ്രാപിക്കണം. നമ്മളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെല്ലാം പരിപൂർണമായിട്ടും നീങ്ങെങ്കിൽ മാത്രമേ നമുക്ക് ആ സ്വരൂപസ്ഥിതി കൈവരിക്കാന് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എല്ലാ തരത്തിലുള്ള ഭൗതികമായിട്ടുള്ള കൽമഷങ്ങളിൽ നിന്നും നമ്മള് മോചിതരാവണം. അതായത് ആ ശുദ്ധ ഭക്തിയുടെ തലത്തിൽ എത്തിയവർക്ക് മാത്രമാണ് ബോധ്യം വരുന്നത് നമ്മൾ ആത്മാവാണ്, ശരീരമല്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള തലത്തിൽ എത്തിലും ചേർന്നവര് ഒരിക്കലും പറയില്ല ഞാനും ഭഗവാനും ഒന്നാണ് എന്ന്. ഒരിക്കലും അവര് ചിന്തിക്കില്ല, പറയുകയുമില്ല. അപ്പൊ നമ്മളുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഭഗവത് പ്രാപ്തിയാണ്. അല്ലാതെ ഉപരിലോകങ്ങളിലൊന്നും പോവുകയല്ല. അവിടേക്ക് പോകേണ്ടവർ അതിനനുസരിച്ചുള്ള പ്രവൃത്തികളെ ചെയ്യുകയുള്ളൂ. ഭഗവാന്റെ ധാമത്തിലെത്തി നമ്മളുടെ ആ സ്വരൂപ സ്ഥിതിയുടെ തലത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രമാണ് ഭക്തിയുടെ സേവനത്തിലേക്ക് വരുന്നത്. അപ്പൊ ഭക്തിമാർഗത്തിൽ വന്നു എന്ന് വെച്ചിട്ട് നമ്മളുടെ യഥാർത്ഥ സ്ഥിതി, നമ്മളുടെ ആ സ്വരൂപ സ്ഥിതി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ജീവാത്മാവ് ബ്രഹ്മത്തിലോ പരമാത്മാവിലോ ഒന്നും ലയിക്കാന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ അവ്യഭിചാരി മാംസയോ അവ്യഭിചാരിയെന്ന ഇവിടെ അവ്യഭിചാരിണി ഭക്തി എന്നാണ് പറയുന്നത്. എന്താണ് ഈ അവ്യഭിചാരിണി ഭക്തി എന്ന് പറഞ്ഞാല്? അത് അനന്യഭക്തി. അതായത് ഭഗവാനെ മാത്രം നമ്മളുടെ മനസ്സും ബുദ്ധിയും എല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ മാത്രം ശരണം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക. അല്ലാതെ നമ്മളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി മറ്റു ദേവീദേവന്മാരെ ഭഗവാനെ വിട്ടല്ലെങ്കിൽ ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ദേവീദേവന്മാരുടെ പിന്നാലെ പോവുക. അത് അവ്യഭിചാരിണി ഭക്തിയല്ല, അനന്യഭക്തിയല്ല. ഭഗവാനെ മാത്രം ആരാധിക്കുന്നതാണ്. അത് ഏതവസ്ഥയിലായാലും, എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ഭഗവാനെ വിടാതെ നമുക്ക് ആപത്തുകൾ വരുംതോറും ഭഗവാനിൽ നമ്മൾ ഉറച്ച വിശ്വാസത്തോടെ ഭഗവാനെ ഒന്നും കൂടി ശക്തമായിട്ട് തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിക്കുക. അതാണ് അനന്യഭക്തി അല്ലെങ്കിൽ അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്നത്. അതായത് ഭഗവാനെ വിട്ടിട്ട് മറ്റ് ദേവീദേവന്മാരുടെ പിന്നാലെ പോകുന്നതാണ് വ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്നത്. അതൊരിക്കലും ഉറച്ചതായിരിക്കില്ല. അത് ഓരോ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഒന്നും സാധിച്ചില്ലെങ്കിൽ ഒരാളുടെ അടുത്ത് പോയിട്ട് നടന്നില്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് പോവുക. ഇങ്ങനെ ചാടി ചാടി പോയിക്കൊണ്ടേയിരിക്കും. അത് വ്യഭിചാരിണി ഭക്തിയാണ്, ഒന്നിലും ഉറച്ചു നിൽക്കുന്നില്ല. ചൈതന്യ ചരിതാമൃതത്തിലെ സാധന ഭക്തി, നമ്മളൊക്കെ സാധന ഭക്തി പരിശീലിക്കുന്നവരാണ്. അപ്പൊ സാധന ഭക്തി പരിശീലിച്ചുകൊണ്ട് നമുക്ക് ഈ നമ്മളുടെ യഥാർത്ഥ സ്വരൂപ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാന് ഭക്തിയിൽ കൂടി മുന്നോട്ട് പോയാല് ഭാവഭക്തി, പ്രേമഭക്തി ഇതൊക്കെ ആ തലത്തിൽ എത്തിച്ചേരാന് നമുക്ക് സാധിക്കുന്നു. അതില് പറയുന്നുണ്ട്, ഹൃദയ സാധ്യ ഭവേ സാധ്യ ഭാവാസ സാധ്യാഭിത നിത്യസിദ്ധശ്ച ഭാവസ്യ പ്രാകട്യം ഹൃദയ സാധ്യത. ഇതാണ് സാധന ഭക്തിയെ വർണ്ണിക്കുന്ന ശ്ലോകം. ചൈതന്യ ചരിതാമൃതം മധ്യലീല 22-ാം അധ്യായത്തിലെ 105-ാമത്തെ ശ്ലോകം. അതായത് നമ്മള് ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഋഷികേശ സേവനം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ നാഥനായ ഭഗവാനെ മാത്രം ആരാധിക്കുക, ഭഗവാന് സേവനം ചെയ്യുക. അതാണ് ശുദ്ധ ഭക്തി അല്ലെങ്കിൽ അവ്യഭിചാരിണി ഭക്തി എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യ ഏകാന്തികസ്യ ച. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുകയാണ്, എല്ലാത്തിന്റെയും അക്ഷയം, ശാശ്വതം, ആത്യന്തികമായിട്ടുള്ള സുഖത്തിന്റെ മൂലസ്ഥാനം ആയ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെയാണ്. ഇത് തന്നെയാണ് പറയുന്നത്, വദന്തി തത്വം
യജ്ഞാനം അവ്യയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ബ്രഹ്മം എന്ത് പരമാത്മാവ് എന്ത് എന്ന് മനസ്സിലാക്കണം. അതിൽ കൂടി മാത്രമേ നമുക്ക് ഭഗവാൻ റിയലൈസേഷൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ബ്രഹ്മത്തിന്റെ നൈസർഗിക സ്വഭാവങ്ങളാണ് ഇവിടെ പറയുന്നത്. അമൃതത്വം, അക്ഷയത്വം, ആനന്ദം. നമ്മളിവിടെ ബ്രഹ്മത്തിന് പകരം നമ്മളെ ആക്കിയാലോ, ജീവാത്മാവിനെ ആക്കിയാലും നമുക്കറിയാം ജീവാത്മാവിന്റെ സ്വഭാവമാണ് ഈ പറഞ്ഞതല്ല. ജീവാത്മാവിന് ഒരിക്കലും അമൃതത്വം എന്ന് പറഞ്ഞാല് മരണമില്ല. ആത്മാവിന് നാശമുണ്ടോ? ഇല്ല. നമ്മൾ 2-ാം അധ്യായത്തിലെ പല ശ്ലോകങ്ങളിൽ കൂടി മനസ്സിലാക്കിയതാണ്. അക്ഷയമാണ്, ഒരിക്കലും നശിക്കുന്നില്ല, എറ്റേണലാണ്, ആനന്ദമയമാണ് ആത്മാവ്. ആനന്ദമയോ അഭ്യാസാത്. ഇതാണ് ജീവാത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം അതീന്ദ്രിയ സാക്ഷാത്കാരം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? ബ്രഹ്മസാക്ഷാത്കാരത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ ഒരാത്മാവ് ബ്രഹ്മ സാക്ഷാത്കാരം പ്രാപിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് തൃപ്തനാവാൻ പാടില്ല. അവിടെ തന്നെ തുടരുകയാണെങ്കിൽ ക്ഷീണേ പുണ്യ മർത്യലോകം വിശന്തി, നമുക്ക് വേണ്ടി ഭൗതിക ലോകത്തിലേക്ക് വരേണ്ടി വരും. അപ്പൊ അവിടെ ഇരുന്നും കൊണ്ട് നമ്മൾ എന്തിനു ശ്രമിക്കണം? പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. അവിടെ ഇരുന്നും കൊണ്ട് ഭഗവാൻ റിയലൈസേഷൻ, ഭഗവത് സാക്ഷാത്കാരത്തിനായിട്ട് പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ ആത്മാവിന് തിരിച്ചുവരവില്ലാത്ത ഒരു ലോകത്തിലേക്ക് എത്തിച്ചേരാന് സാധിക്കുകയുള്ളൂ. അപ്പം തുടക്കം എന്ന് പറയുന്നത് ബ്രഹ്മൻ റിയലൈസേഷൻ, അടുത്തത് പരമാത്മ റിയലൈസേഷൻ, പിന്നീടാണ് ഭഗവാൻ റിയലൈസേഷൻ വരുന്നത്. അപ്പൊ ആ ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറയുന്നത് നിരപേക്ഷ തത്വത്തിന്റെ അന്തിമ സാക്ഷാത്കാരമാണ്. അപ്പൊ പരമാത്മാവും ബ്രഹ്മം എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രകാശം. ആ വ്യക്തിശൂന്യ ബ്രഹ്മം ഭഗവാനിൽ അധിഷ്ഠിതമാണ്, ഭഗവാനിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അപ്പൊ ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അധമശക്തിയാണ് എന്ന് പറയുന്നുണ്ട്. ഉത്കൃഷ്ട ശക്തികളാണ് ജീവാത്മാവില് മനസ്സിലാക്കിയതാണ്. അപ്പം ഈ സൃഷ്ടി നടക്കുന്നത് എങ്ങനെയാണ്? ഈ അധമ പ്രകൃതിയെ വീക്ഷിക്കുകയാണ്. അതായത് മയാധ്യക്ഷേണ പ്രകൃതി സൂയദേശ ചരാചര. ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ട് ഭൗതിക പ്രകൃതി ഉത്തേജിതയായിട്ട് സൃഷ്ടി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മള് ഭൗതിക പ്രകൃതിക്ക് അധീനരാണ്, മായയ്ക്ക് വഴങ്ങിയാണ്, കീഴ്പ്പെട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബന്ധനത്തിലാവുന്നത്. ഭൗതികമായിട്ട് നമ്മളിവിടെ കുടുങ്ങിക്കിടക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത് ആരാണ്? മായയാണ്. നമ്മൾ അതിൽ നിന്ന് പുറത്തു കിടക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും 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 പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനി ജഠരേശയനം, വീണ്ടും വീണ്ടും നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ വന്ന് ഈ ദുഃഖങ്ങളിൽ ആമഗ്നരാകേണ്ടി വരുന്നത്. അപ്പം ഈ ഭൗതിക പ്രകൃതിയുടെ ആധ്യാത്മിക സമ്പർക്കം എന്ന് പറയുന്നതാണ്, അതായത് സൃഷ്ടി എന്ന് പറയുന്നത് ഇതാണ്. ഭൗതിക പ്രകൃതി ഭഗവാനുമായിട്ടുള്ള സമ്പർക്കം ഈ സൃഷ്ടി മൂലമാണ്. അപ്പൊ എപ്പോഴാണോ ഭൗതിക പ്രകൃതിക്ക് അധീനമായിട്ടുള്ള ജീവാത്മാവ് ആധ്യാത്മിക ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നത്, അപ്പോൾ നമ്മൾ ഭൗതിക പ്രകൃതിയുടെ പിടിയിൽ നിന്നും അല്പാൽപമായിട്ട് മോചിതരായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ത്രിഗുണങ്ങളെ അതിക്രമിക്കാൻ സാധിക്കുന്നു. നമ്മള് ഭൗതിക പ്രകൃതിക്ക് അധീനമാകുമ്പോഴാണ് നമ്മൾ ത്രിഗുണങ്ങളിൽ പെടുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴാണോ ആധ്യാത്മികമായിട്ട്, അതായത് ഭഗവത് ജ്ഞാനം നേടാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങുന്നത്, അതായത് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നത്, അപ്പോൾ മുതല് മായ നമ്മളിൽ നിന്ന് അകന്നു തുടങ്ങും. അപ്പൊ അങ്ങനെ നമ്മൾ ഉയർന്ന ആ ബ്രഹ്മത്തില് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നും നമ്മൾ പരമാത്മാവ് പിന്നെ ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ സാക്ഷാത്കാരത്തിന്റെ ആദ്യ പടിയാണ് എന്താ? ഈ ബ്രഹ്മഭാവന എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആധ്യാത്മിക തലത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരം പൂർണ്ണമാണോ? അല്ല. അവിടെ ഇരുന്നു കൊണ്ട് നമ്മള് പരമാത്മാവിനെ അറിയണം, പിന്നെ ഭഗവാനെ അറിയണം. അതേ നിലയിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിൽ, അതായത് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പരമാത്മ സാക്ഷാത്കാരത്തിലേക്കും പിന്നീട് ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും ഉയരാന് സാധിക്കും. അതായത് നമ്മള് ആ ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നമുക്ക് ക്ലേശങ്ങളെ തരുവുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിപ്പാടിലെ ജലം നമുക്ക് മറികടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതുപോലെ നമ്മള് ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകും തോറും നമ്മളുടെ ക്ലേശങ്ങളെല്ലാം മറികടന്ന്
ഈ ഭൗതിക ലോകത്തെ മറികടക്കാൻ നമുക്ക് അനായാസേന സാധിക്കും. എന്തുകൊണ്ട്? ഭക്തിയുടെ സേവനം കൊണ്ട്. വിനേഹാഭിക്രമനാശ്വസ്തി പ്രത്യവായോന്ന വിദ്യത്തെ സ്വല്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായത്തെ മഹതോ ഭയാത്. ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത് വലിയ വലിയ ഭയങ്ങളെ പോലും ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഒരു ചെറിയ സേവനം കൊണ്ട് തന്നെ നമുക്ക് മഹാവിപത്തുകളെ നേരിടാന് നമുക്കൊരു ബുദ്ധിമുട്ടും വരില്ല. അത്രയ്ക്ക് മഹത്വമുണ്ട് ഭക്തിയുടെ സേവനത്തിന്. അപ്പൊ സനൽകുമാരാദികൾ ഇവിടെ പ്രഭുപാദ ഉദാഹരണം പറയുന്നുണ്ട്. സനൽകുമാരാദികൾക്ക് ആദ്യം പരമസത്യത്തെ കുറിച്ച്, അതായത് ബ്രഹ്മം, അവര് ജ്ഞാനികളായിരുന്നു. അപ്പൊ അവര് ബ്രഹ്മത്തെയാണ് ആരാധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവർക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ അർപ്പിച്ച തുളസിപ്പൂക്കളുടെ ഗന്ധം അനുഭവിക്കാൻ എപ്പോഴാണോ സാധിച്ചത്, അപ്പോൾ മുതൽ അവര് മഹാഭക്തരായിട്ട് മാറി. അപ്പൊ അങ്ങനെ അവര് ഭക്തിഭരിതമായിട്ട് ഭക്തിയുടെ സേവനത്തിന്റെ പാതയിൽ അവര് ഉയരുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതില് ആ ബ്രഹ്മസങ്കല്പത്തിന് അപ്പുറം കടന്നില്ലെങ്കിൽ നമുക്ക് അധപ്പതിക്കും. അതായത് ക്ഷീണേ പുണ്യം മർത്യലോകം വിശന്തി. നമ്മളുടെ പുണ്യം ക്ഷയിച്ചാൽ നമുക്ക് വീണ്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരേണ്ടി വരും. അത് പരമാത്മാ സാക്ഷാത്കാരം കൈവരിച്ചാലും ഇത് തന്നെയാണ് അനുഭവം ഉണ്ടാവുക. അപ്പൊ എവിടെ ഇരുന്നാലും നമ്മൾ ഭക്തിയുടെ സേവനം ഉപേക്ഷിക്കാൻ പാടില്ല. ഭക്തിയുടെ സേവനം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനെ കുറിച്ച് അറിഞ്ഞവർക്കാണ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കുന്നത്. അതായത് ഭക്തിയുടെ സേവനം ചെയ്ത് കിട്ടുന്ന ആനന്ദമാണ് യഥാർത്ഥമായിട്ടുള്ള ആനന്ദം. അപ്പൊ ഒരു ഭക്തൻ ഭക്തിയുടെ സേവനത്തിലൂടെ ഭഗവാനെ സമീപിക്കും തോറും ആ ഭക്തനിലെ ഭഗവാന്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ടാവുന്നു. എല്ലാ ഐശ്വര്യങ്ങളും കൈവരിക്കാൻ ആ ഭക്തന് ആ സേവനം കൊണ്ട്, ഭഗവത് സേവനം കൊണ്ട് സാധിക്കുന്നു. സേവകനും ഏതാണ്ട് രാജാവിനെ പോലെ സുഖം അനുഭവിക്കുന്നു. ഭക്തിയുടെ സേവനത്തോടൊപ്പം ശാശ്വതമായ ആനന്ദവും ശാശ്വതമായിട്ടുള്ള ജീവിതം, അതായത് ഈ ഭൗതിക ലോകം ത്യജിച്ച് ഭഗവത് സേവനം ചെയ്ത് ഭഗവാനുമായിട്ട് ആനന്ദം പങ്കുവെക്കാനായിട്ട് അങ്ങനെ നമുക്ക് നിത്യ ജീവിതം കൈവരിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്, ഭക്തിയുടെ സേവനം ബ്രഹ്മസാക്ഷാത്കാരമോ പരമാത്മ ആവശ്യമില്ല. അതിനായിട്ട് നമ്മൾ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകും തോറും ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കൈവരിക്കാന് നമ്മൾക്ക് സാധിക്കുന്നു. നമ്മളിവിടെ കുടുങ്ങിക്കിടക്കാൻ കാരണം എന്താണ്? നമ്മളെല്ലാത്തിനെയും നിയന്ത്രിക്കാൻ, എല്ലാത്തിനെയും നമ്മളുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ജീവാത്മാക്കളുടെ ആഗ്രഹം കൊണ്ടാണ് നമ്മളിവിടെ കുടുങ്ങിപ്പോയത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ത്രിഗുണങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിച്ചത്. അപ്പൊ ഭഗവാനെ സേവനം ചെയ്യുമ്പോൾ ഇതിനുള്ള ആഗ്രഹങ്ങളെല്ലാം, അതായത് ഭൗതികമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും പുറത്തു കിടക്കാൻ, അങ്ങനെ ഭൗതികമായിട്ടുള്ള വിരക്തി കൈവരിക്കാന് നമുക്ക് സാധിക്കുന്നു. അപ്പൊ നമ്മൾ ആത്മാർത്ഥമായിട്ട് കൃഷ്ണാവബോധത്തോടെയാണ് ഭക്തിയുടെ സേവനം ചെയ്യുന്നെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതീന്ദ്രിയ തലത്തില് എത്തിച്ചേരാൻ സാധിക്കും. അതായത് ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മത്ഭക്തി ലഭതേ പരം. അങ്ങനെ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ നമുക്ക് മുന്നോട്ട് പോയി ആ ബ്രഹ്മഭൂതാവസ്ഥയെ സ്ഥിതപ്രജ്ഞന്റെ തലത്തിൽ നമുക്ക് എത്തിച്ചേരാം. അങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് എന്തുണ്ടാവില്ല? ശോകമോഹ ഭയാവഹ. നമുക്ക് ഒന്നിനും ഭയമോ ദുഃഖങ്ങളോ ആഗ്രഹങ്ങളോ ഒന്നും നമ്മില് ഉണ്ടാവില്ല. നമ്മളുടെ ലക്ഷ്യം ഭഗവത് പ്രാപ്തി, ഭഗവത് സാക്ഷാത്കാരം, അതുമാത്രമായിട്ട് തീരും. ഇപ്പൊ ഈ ശ്ലോകത്തിലിവിടെ പ്രതിഷ്ഠാഹം ഉണ്ട്. പ്രതിഷ്ഠാഹം ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ധർമ്മസ്യ. അതായത് പ്രതിഷ്ഠാഹം എന്ന് പറഞ്ഞാല് നമ്മള് ഭഗവാനെ മാത്രം നമ്മള് അഭയം ആശ്രയമായിക്കൊണ്ട് നമ്മളുടെ കൃഷ്ണകർമ്മ അർപ്പണമായിട്ട് നമ്മളുടെ പ്രവൃത്തികൾ ചെയ്യുക, അതായത് ഭക്തിയുടെ സേവനം ചെയ്യുക, അതാണ് അർത്ഥമാക്കുന്നത്. അപ്പം നമ്മൾ ഈ അധ്യായത്തില് എന്താണ് പഠിച്ചത്? നമ്മള് ഭക്തിയുടെ സേവനം, ഭക്തന്മാരുമായിട്ടുള്ള സംഘത്തിൽ കൂടി നമ്മൾ നവതാ ഭക്തിയിൽ കൂടി നമ്മൾ മുന്നേറണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭഗവത് പ്രാപ്തി ഉറപ്പാണ്. അതുപോലെ തന്നെ ത്രിഗുണങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് നമ്മൾ ത്രിഗുണങ്ങളിൽ പ്രേരിതരായിട്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കാം, ഇതൊക്കെ നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കി. അപ്പം വളരെ എളുപ്പമാണ് ഭഗവത് ഭക്തിയുടെ സേവനം എന്ന് പറയുന്നത്. സുഖം കർത്തും അവ്യയം.
അതിന് നമ്മൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? നമ്മൾ തിരുനാമം ജപിക്കുക, ഭക്തിയുടെ സേവനം ചെയ്യുക, പിന്നെ ഭക്തന്മാരുടെ സംഘത്തിൽ കഴിയാൻ നമ്മൾ പരിശ്രമിക്കുക, ഭഗവത്ഗീത, ഭാഗവതം മുതലായവ പഠിക്കുക, മനസ്സിലാക്കുക, പിന്നെ ഭഗവത് ധാമത്തില് വസിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഈ ഭക്തിയുടെ സേവനത്തിൽ മുന്നേറാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഭഗവത് പ്രാപ്തി നമുക്ക് ഉറപ്പാണ്. അപ്പം ഇത് കൂടാതെ നമ്മൾ ഏകാദശി, ജന്മാഷ്ടമി ദിവസങ്ങളിൽ നമ്മൾ ഉപവസിക്കണം. പിന്നെ നമ്മളുടെ ആചാര്യന്മാരുടെ അപ്പിയറൻസ് ഡേ, ഡിസപ്പിയറൻസ് ഡേ, അതായത് ആവിർഭാവ, തിരോഭാവ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസം അനുഷ്ഠിക്കണം. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് മുന്നേറുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഭൗതിക ലോകം ത്യജിക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ ഇതിന് ചെയ്യേണ്ടത് ത്രിഗുണങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക. ത്രിഗുണങ്ങളെ നിയന്ത്രിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിജയം കൈവരിക്കാന് സാധിക്കും. അത് നമുക്ക് ജന്മമൃത്യു, ജരാവ്യാധി, ദുഃഖദോഷാനുദർശനം ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കും. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒന്നിനോടെയും നമ്മള് എന്താ പറയുക, അതായത് എല്ലാത്തിനോടും നമ്മൾ നിസ്സംഗരായിരിക്കുക. അതായത് താമരപ്പൂ എങ്ങനെയാണോ ചേറ്റിൽ നിൽക്കുന്നത്, ആ ചേറുമായിട്ട് താമരപ്പൂവിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിൽ നിന്ന് വിട്ടാണ് നിലകൊള്ളുന്നത്. അതേപോലെ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്താലും നമ്മള് ആരോടും വിദ്വേഷം കാണിക്കേണ്ട, നമ്മൾ കൂടുതൽ അടുപ്പവും കാണിക്കേണ്ട, ഒരു അകൽച്ച പാലിക്കുക എല്ലാത്തിനോടും. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി മാർഗത്തിലെ, ഭക്തിയുടെ സേവനത്തിന്റെ മാർഗത്തിലെ ഉയരാന് നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ നമുക്ക് ഈ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് നമ്മളുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാന് നമുക്ക് സാധിക്കുമെന്നാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഈ അധ്യായവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റോറി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ഇതില് വിക്രമാദിത്യ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അത് വിക്രം വേതാൾ കഥയല്ല. വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം വനത്തിലെ, രാജാക്കന്മാരൊക്കെ നായാട്ടിന് പോകും വനത്തിൽ, അതേപോലെ ഇദ്ദേഹവും വനത്തിലേക്ക് വേട്ടയാടാനായിട്ട് പോയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ വളർത്തു നായയും കൂടെ കൂടി. ആ നായക്കാണെങ്കിൽ ഒരു ചെറിയ നായക്കുട്ടിയുണ്ട്. അപ്പൊ ഇവര് 3 പേരും കൂടിയാണ് കാട്ടിലേക്ക് പോയത്. അവരെ ഉൾക്കാട്ടിലേക്ക് കടന്നപ്പോൾ ഒരു മുയലിനെ കണ്ടു. അപ്പൊ ഈ നായ എന്ത് ചെയ്തു? ആ മുയലിനെ ഓടിച്ചോടിച്ച് അതിന്റെ പിന്നാലെ പോയി. അപ്പൊ രാജാവും ഇതിനെ പിന്തുടർന്ന് പിന്നാലെ വന്നു. അപ്പൊ ഈ മുയല് ഓടി 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 ഒരു മുനിയുടെ ആശ്രമത്തിൽ, വത്സമുനിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേർന്നത്. അതിന്റെ പരിസരത്ത് എത്തിച്ചേർന്നു. അപ്പം അവിടെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ഒരാൾ അവിടെ കാട്ടിലെവിടെയോ പോയിട്ട് വന്ന് കാല് കഴുകി ആശ്രമത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്താണ് ഈ നായയും ഈ മുയലും അവിടെ എത്തിയത്. അപ്പം ഓടി ഓടി മുയല് പിന്നാലെ നായയും അവരാ കാല് കഴുകിയ ജലത്തിലേക്ക് സ്പർശിക്കാനിടയിൽ അവരവിടെ വീണു. അവര് അപ്പോൾ തന്നെ 2 പേരും അവിടെ മരിച്ച് അവര് ചതുർഭുജധാരികളായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് രാജാവ് പിന്നാലെ വരുന്നത്. അപ്പൊ രാജാവിന് അത്ഭുതമായി, എന്താണ് ഇതിന്റെ മഹത്വം? ആ ജലത്തിൽ സ്പർശിച്ച ഉടനെ അവര് ചതുർഭുജധാരികളായിട്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. രാജാവ് ആ ശിഷ്യനോട് ചോദിച്ചു, എന്താണ് ഈ ജലത്തിന്റെ പ്രത്യേകത? അങ്ങേക്ക് എന്താണ് ഇത്ര മഹത്വമുള്ളത് എന്ന്. അപ്പൊ ശിഷ്യൻ മറുപടി പറഞ്ഞു, ഇതെന്റെ മഹത്വം കൊണ്ടല്ല, ആ ജലത്തിൽ അവർ സ്പർശിച്ചു, അതുകൊണ്ട് അവർക്ക് വൈകുണ്ഠപ്രാപ്തി കിട്ടി, അതാണ്. അപ്പൊ ചോദിച്ചു, എന്താണ് അതിന് കാരണം? അപ്പൊ പറഞ്ഞു, അതിന് കാരണം എന്റെ മഹത്വമല്ല, എന്റെ ഗുരുവിന്റെ മഹത്വമാണ്. കാരണം എന്താന്ന് വെച്ചാല് ഗുരു ഞങ്ങളെ 14-ാം അധ്യായത്തിന്റെ ശ്ലോകങ്ങള് ഉരുവിട്ടു. അപ്പൊ ചോദിച്ചു, ഈ മുയലിനും ഈ നായയ്ക്കും എന്താണ്, അവരെന്താണ് ഇത്ര പുണ്യം ചെയ്തത് അവർക്ക് ഈ ജന്മം അവർക്ക് വൈകുണ്ഠ പ്രാപ്തി കിട്ടാൻ? അപ്പൊ ശിഷ്യൻ പറഞ്ഞു, അവരെ കഴിഞ്ഞ ജന്മം കേശവനും വിലോഭയും എന്ന് പറഞ്ഞ അവര് ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. അവര് പൃഥ്വിവുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അവര് താമസിക്കുകയായിരുന്നു. പക്ഷെ ഇവര് ദുഷ്കർമ്മികളായിരുന്നു. അവര് ഭാര്യയാണെങ്കിൽ വേശ്യാവൃത്തി ചെയ്തിരുന്നു. ഭർത്താവും കുമാർഗത്തില് മോശമായിട്ടുള്ള ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഭാര്യ ഈ നീച പ്രവൃത്തി ചെയ്യുന്നത് അറിഞ്ഞ ഭർത്താവ് ആ സ്ത്രീയെ വധിക്കുകയാണ് ചെയ്തത്. അപ്പൊ അടുത്ത ജന്മം അവർക്ക് മുയലായിട്ടും നായയായിട്ടും ജനിക്കേണ്ടി വന്നു.
അപ്പൊ അത് തന്നെയുമല്ല, ആ സ്ത്രീയെ ആണ് നായയായിട്ട് വന്നത്. അപ്പം ആ സ്ത്രീയാൽ വീണ്ടും വധിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ ചോദിച്ചു എങ്ങനെ അവർക്ക് വൈകുണ്ഠപ്രാപ്തി കിട്ടി? അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ ഗുരു ദിവസവും 14-ാം അധ്യായത്തിലെ ശ്ലോകങ്ങൾ ഉരുവിടും, ഞങ്ങളെയും അത് പഠിപ്പിച്ചു. ഞങ്ങൾ എപ്പോഴും ആ ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പം 14-ാം അധ്യായത്തിലെ ശ്ലോകങ്ങളുടെ ആ ശക്തി കൊണ്ടാണ്, ഞങ്ങളുടെ ഗുരുവിന്റെ ആ ശ്രേഷ്ഠത കൊണ്ടാണ് അവർക്ക് വൈകുണ്ഠപ്രാപ്തി കിട്ടിയത് എന്ന്. ഇതാണ് 14-ാം അധ്യായത്തിലെ ശ്ലോകത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അധ്യായം 15, പുരുഷോത്തമ യോഗം. പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പുരുഷന്മാരിൽ ഉത്തമൻ. അതാരാണ്? ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അത് തന്നെയുമല്ല, എങ്ങനെയാണ് ഈ ഭൗതിക ലോകത്തിനോട് നമുക്ക് അനാസക്തി, കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, നമ്മൾ അനാസക്തരായെങ്കിൽ മാത്രമേ ത്രിഗുണങ്ങൾക്കപ്പുറം കടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പൊ എങ്ങനെ നമുക്ക് അനാസക്തരാവാം, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിനോട് എങ്ങനെയാണ് നമുക്ക് ആസക്തി വരുന്നത്, അതുകൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഈ 15-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിലെ ഭൗതിക ലോകത്തിന്റെ സ്വഭാവത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. നമ്മളുടെ ജീവാത്മാക്കളുടെ സ്വഭാവത്തെ കുറിച്ചും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ്. എല്ലാ അധ്യായങ്ങളും പ്രധാനപ്പെട്ടതാണ് എന്ന് പറയും. ഓരോ അധ്യായത്തിനും അതിൻ്റെതായിട്ടുള്ള മഹത്വങ്ങളുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇതിലെ ഓരോ ശ്ലോകത്തിനും അങ്ങേയറ്റം മഹത്വമുള്ളതാണ്. ഇതിൽ ശ്ലോകങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. 20 ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ. 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു 20 ശ്ലോകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്, അനാസക്തി കൊണ്ട് മാത്രമേ നമുക്ക് സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തരാവാന് സാധിക്കുകയുള്ളൂ എന്നാണ് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി നമുക്ക് 1-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്രീ ഭഗവാനുവാച ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. അപ്പൊ ഇതില് ഈ ശ്ലോകത്തിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇവിടെ അശ്വത്ഥം, ആൽമരത്തെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. അപ്പൊ എങ്ങനെയുള്ള ആൽമരമാണ്? ഊർധ്വമൂലം അധശാഖം, ഇതിന്റെ വേരുകൾ മുകളിലേക്കാണ്. അപ്പൊ ഇങ്ങനെ വേരുകൾ മുകളിലേക്ക് നിൽക്കുന്ന ഒരു വൃക്ഷത്തെ നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ കാണാൻ സാധിക്കുമോ? ഇല്ല. കാണാം. എവിടെയാണ്? നമ്മൾ ഏതെങ്കിലും പുഴയുടെ തീരത്ത് പോയി നിന്നാൽ ജലത്തിലേക്ക് നോക്കിയാൽ കരയിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ പ്രതിഛായ, പ്രതിബിംബം ആ വെള്ളത്തിൽ കാണാം. അത് വേരുകൾ മുകളിലേക്കായിട്ടാവും നിൽക്കുക. പക്ഷെ ഇതിന്റെ വേര് മുകളിലേക്കാണ്. മുകളിലേക്ക് എവിടം വരെ എത്തും? അത് ബ്രഹ്മലോകം വരെ ആണ് ഇതിന്റെ വേരുകൾ പോയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ വിവർത്തനം നോക്കാം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായ ഒരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്നറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പം ഈ ആൽമരത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയവർക്ക് പരമപദപ്രാപ്തി കിട്ടും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊക്കെ വിഷയാസക്തരാണ് ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ ത്രിഗുണങ്ങൾക്ക് വിധേയരായിട്ട് ഇവിടെ കുടുങ്ങിക്കിടക്കേണ്ടി വന്നത്. അപ്പൊ ഭഗവത്ഗീത ഈ അധ്യായം ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനപ്പുറത്തേക്ക് കടക്കാന് സാധിക്കും. നമുക്ക് ഈ സംസാര ഭവസാഗരത്തിൽ നിന്ന് മുക്തരാവാന് നമുക്ക് സാധിക്കും. നമ്മൾക്കറിയാം, നമ്മൾ ഭഗവാന്റെ അംശങ്ങളാണ് അല്ലെ. ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമുക്ക് അറിയാം. പക്ഷെ നമ്മള് അനാദികാലം മുതലേ നമ്മളുടെ ഉള്ളില് അടിഞ്ഞുകൂടിയ നമ്മളുടെ എന്താ പറയുക, ഭോഗവാഞ്ച, അതുകൊണ്ടാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് വന്ന് നമുക്ക് ക്ലേശങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ഭഗവാൻ സ്വതന്ത്രനാണ്. ഭഗവാൻ എന്താണ് ആഗ്രഹിക്കുക? ജീവാത്മാക്കളും സ്വതന്ത്രരാവണം. ഇങ്ങനെയുള്ള കെട്ടുപാടുകളിൽ നിന്ന് മോചിതരായി തന്റെ ധാമത്തിലെത്തി തന്നെ സേവിച്ചുകൊണ്ട് താൻ അനുഭവിക്കുന്ന ആനന്ദം ജീവാത്മാക്കൾ അനുഭവിക്കണം. ഇതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും വകവെക്കാതെ ഇവിടെയാണ് ശ്രേഷ്ഠത എന്ന് കരുതി നമ്മൾ ആസ്വദിക്കാൻ, ഇതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണ്. അപ്പൊ ഭഗവാൻ അതിനനുസരിച്ചിട്ടൊരു ലോകം നമുക്ക് സൃഷ്ടിച്ചു. അതാണ് ഭൗതിക ലോകം. ഇവിടെ വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് അബദ്ധമായി എന്ന് മനസ്സിലാക്കിയവര് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. തങ്ങളുടെ തെറ്റുകളെ തിരുത്തി
ഭഗവാനെ പ്രാപിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ 5 ശ്ലോകത്തില് ആൽമരത്തെ കുറിച്ചിട്ടാണ് വർണ്ണിക്കുന്നത്. അപ്പം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്, വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായിട്ട് ഒരു അശ്വത്ഥമുണ്ട്. അതിന്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷം എന്തെന്നറിയുന്നവനത്രേ വേദജ്ഞൻ. അപ്പം ഈ വൃക്ഷം എന്തെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അനാസക്തരാവാന്, അതായത് വിവേകപൂർണമായിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുത്ത് നമുക്ക് ഭഗവത് പ്രാപ്തി കൈവരിക്കാന് നമുക്ക് സാധിക്കുന്നു. അപ്പം വേരുകൾ അതിന്റെ മുകളിലേക്ക് പോയി. അത് എങ്ങനെയുള്ള വേരുകളാണ്? ഗാഠമായിട്ടുള്ള വേരുകളാണ്, വളരെ ദൃഢമാണ് അതിന്റെ വേരുകൾ, അത്ര ഉറച്ചതാണ്. അപ്പൊ അതെന്താണ് അത് സൂചിപ്പിക്കുന്നത്? വേരുകളുടെ നമ്മളുടെ ഒടുങ്ങാത്ത നമ്മളുടെ ആസക്തിയെയാണ് ഈ വേരുകള് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ആസക്തി, നമ്മളുടെ ആഗ്രഹങ്ങൾക്ക് അവസാനമുണ്ടോ? ഇല്ല. നമ്മളുടെ ഉള്ളില് അത്രമാത്രം ഭൗതികതയോട് നമ്മൾ ഗാഠമായിട്ട് ബന്ധം പുലർത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടെ വേരുകൾ ദൃഢമാണ് എന്ന് പറയുവാൻ കാരണം. ആ വേരുകൾ നമ്മളെ വെട്ടിക്കളഞ്ഞെങ്കിൽ മാത്രമേ ആ വൃക്ഷത്തെ നശിപ്പിക്കാനേ സാധിക്കുകയുള്ളൂ. വേര് വെട്ടിക്കളഞ്ഞ വൃക്ഷം വേഗം ഉണങ്ങിപ്പോകും, ഇല്ലേ? അപ്പം നമ്മളുടെ ആഗ്രഹങ്ങളെ നമ്മള് ഇല്ലാതാക്കണം. അതെങ്ങനെ ഇല്ലാതാക്കാം? അത് അനാസക്തിയാകുന്ന മഴുകൊണ്ട് അതിന്റെ വേരുകളെ, ആഗ്രഹങ്ങളുടെ വേരുകളെ വേരോട് പിഴുതു കളയണം, വെട്ടിമുറിക്കാന് നമ്മള് ശ്രമിക്കണം. അങ്ങനെ നമുക്ക് ഭൗതികതയ്ക്ക് അപ്പുറം കടക്കാന് നമുക്ക് സാധിക്കും. അപ്പൊ അതെങ്ങനെ വെട്ടിമുറിക്കണമെന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് ആധ്യാത്മിക ലോകത്തിന്റെ ഒരു പ്രതിബിംബമാണ്. ആധ്യാത്മിക ലോകത്തിലെ എല്ലാം ശരിയായ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമുക്കറിയാം 3/4 ഭാഗം ആധ്യാത്മിക ലോകമാണ്, 1/4 ഭാഗം മാത്രമാണ് ഭൗതിക ലോകം. അപ്പൊ ആധ്യാത്മിക ലോകത്തിൽ നടക്കുന്നതിന്റെ തല തിരിഞ്ഞിട്ടാണ് ഈ ഭൗതിക ലോകത്തില് എല്ലാം നടക്കുന്നത്. കാരണം നമ്മളുടെ പ്രവൃത്തികളെല്ലാം തലതിരിഞ്ഞ പ്രവൃത്തികളാണ്, ഇല്ലേ? അതുകൊണ്ടാണ് ഇത് തലതിരിഞ്ഞ ഒരു ലോകമായത്. അപ്പം അജ്ഞാനികൾ ഇത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാതെ അവരെന്താ പറയുന്നത്? ഇതാണ് സത്യം, ഇവിടെയാണ് ആനന്ദം എന്ന് കരുതി അവര് പിന്നെയും ഭോഗവാഞ്ചയോടെ ഇവിടെ ജനിച്ചും മരിച്ചും ഇങ്ങനെ മുഴുകി കഴിയാനാണ്, എന്നൊന്നും ഇവിടെ കഴിയാമെന്നാണ് അവര് ചിന്തിക്കുന്നത്. മരണത്തെ കുറിച്ച് അവര് ചിന്തിക്കുന്നതേ ഇല്ല. അപ്പം ഇവിടെ ശാഖകൾ പറയുന്നു. ശാഖകൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഓരോ ജന്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആൽമരത്തിന് അനേകം ശാഖകളുണ്ട്. ശാഖകൾ നമുക്കറിയാം പടർന്ന് പന്തലിച്ച് അത് വലിയ ആൽമരങ്ങൾ 1 ഏക്കറോളം സ്ഥലം കവറും, ഇല്ലേ? അത്രയ്ക്ക് അത് പടർന്ന് പന്തലിച്ച് വളരും. അപ്പൊ നമ്മളുടെ തൃഷ്ണ, ഭൗതിക തൃഷ്ണയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തൃഷ്ണ കാരണമാണ് നമ്മൾ ഇവിടെ പെട്ടുപോകുന്നത്. അങ്ങനെ ഒരു ശാഖയിൽ നിന്നും മറ്റൊരു ശാഖയിലേക്ക്, അവിടെ നിന്നും അടുത്ത ശാഖയിലേക്ക് ഇങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ അനേകം ജന്മങ്ങൾ, അനേകം ശരീരങ്ങൾ നമുക്ക് എടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ അപ്പൊ ആ ശാഖകള് വ്യത്യസ്തമായിട്ടുള്ള യോനികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒടുങ്ങാത്ത ആസക്തി കൊണ്ട്, ഈ വിഷയാസക്തി കാരണമാണ് നമുക്ക് ഇങ്ങനെ കുരങ്ങന്മാരുടെ മാതിരി ഓരോ മരത്തിൽ ചാടി ഓരോ ശരീരം സ്വീകരിച്ച് ഈ 84 ലക്ഷം യോനികളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിരക്തി, വൈരാഗ്യം എങ്ങനെ എത്രമാത്രം പ്രാധാന്യം ഉള്ളതാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെയുമല്ല, നമ്മള് മമൈവാംശോ ജീവലോകെ ജീവഭൂത സനാതന, നമ്മളൊക്കെ ഭഗവാന്റെ അംശമാണ്. ഭഗവാനാണ് പുരുഷോത്തമൻ, പുരുഷന്മാരിൽ ഉത്തമൻ, ശ്രേഷ്ഠൻ, പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനാണ് എന്നുള്ള തിരിച്ചറിവും നമുക്ക് കിട്ടും. ഇത് മനസ്സിലാക്കിയാല് നമ്മൾ ഭഗവാന് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി നമ്മളുടെ ആ സ്വരൂപാവസ്ഥയിൽ നിന്നുകൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ കൂടി മുന്നേറാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമുക്ക് ഭഗവാനിലെ പരിപൂർണമായിട്ട് സമർപ്പിതരാകാനും സാധിക്കും. അപ്പൊ ഈ ശ്ലോകത്തില് ഈ ഭവസാഗരം, ഭൗതികമാകുന്ന ആ ഭൗതിക ലോകത്തെയാണ് ഇവിടെ വൃക്ഷമായിട്ട്, സംസാര രൂപമാകുന്ന വൃക്ഷമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? വൃക്ഷത്തെ വെട്ടിമുറിക്കാൻ സാധിക്കും, ഇല്ലേ? അതുപോലെ നമ്മളുടെ ഉള്ളിലെ വിരക്തി വന്നു കഴിഞ്ഞാല് ആ വിരക്തിയാകുന്ന വാളുകൊണ്ട് ഈ ഭൗതിക ലോകത്തെ അല്ലെങ്കിൽ ഭവസാഗരത്താകുന്ന വൃക്ഷത്തെ വെട്ടി നശിപ്പിക്കാന് നമുക്ക് സാധിക്കും. അങ്ങനെ ഈ ഭൗതിക ലോകത്തിനപ്പുറം കടക്കാന് ജീവാത്മാവിന് വളരെ എളുപ്പമാകുന്നു.
അപ്പം ഭൗതിക ബന്ധങ്ങളെയാണ് ഇവിടെ അരിയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. അപ്പം നമ്മള് ഫലോദിഷ്ട പ്രവൃത്തികൾ ചെയ്യുന്നത്, അതായത് എന്റെ ഇലകൾ എന്ന് പറയുന്നത് വേദങ്ങളാണ്. അപ്പൊ വേദങ്ങൾ പഠിച്ചിട്ട് വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങൾ, അതായത് കർമ്മകാണ്ഡികൾ എന്താ ചെയ്യുന്നത്, അവര് ഏതെല്ലാം മാർഗങ്ങളിൽ കൂടി പോയാലാണ് അവർക്ക് സുഖമായിട്ട് അവരുടെ ജീവിക്കാൻ സാധിക്കുക, അവരുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുക എന്ന് അന്വേഷിച്ചിട്ട് വേദങ്ങൾ പഠിച്ചിട്ട് വേദങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ ചെയ്ത് അതില് മുന്നേറാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെ ആണ് ഇവിടെ ഫലോദിഷ്ട കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഈ വൃക്ഷം നശിക്കുമെന്നൊരു ചിന്തയേ ഇല്ല. എന്ന് വെച്ചാല് ജീവാത്മാക്കൾക്ക് മരണമുണ്ട് എന്നവര് ചിന്തിക്കുന്നില്ല. അവരെന്താണ് ധരിക്കുന്നത്, എന്നും ഈ ഭൗതിക ലോകത്തിലെ സുഖിമാന്മാരായിട്ട് ജീവിക്കാമെന്നാണ്. അവർക്ക് മരണത്തെ പറ്റി അവർക്ക് അജ്ഞതയിലാണ് അവര്. അതുകൊണ്ടാണ് അവരിങ്ങനെ മൂഢമായിട്ടുള്ള ചിന്തകളിൽ അവര് ഏർപ്പെടുന്നത്. അപ്പൊ ഭൗതിക ലോകം എന്ന വൃക്ഷത്തിന് അതിരില്ല. പക്ഷെ ഇതില് ആസക്തരായവർക്ക് ഒരിക്കലും മോചനവുമില്ല. ഇങ്ങനെ അവരെ വൃക്ഷത്തിന്റെ ശാഖകൾ പോലെ, വൃക്ഷത്തിന് മുകളിലും താഴെയും ഒക്കെ ശാഖകളുണ്ട്. അവര് ആദ്യം ജനിക്കുന്നത് എങ്ങനെയാണ്, തമോ ഗുണികളായിരിക്കും ഇങ്ങനെയുള്ളവര്. അപ്പൊ തമോ ഗുണികൾക്ക് എങ്ങനെയുള്ള ജന്മമാണ് കിട്ടുന്നത്, നമ്മൾ മുൻപ് മനസ്സിലാക്കി. അതായത് നീച്ച യോനികളുടെ, മനുഷ്യരായിട്ട് ജനിച്ചാൽ തന്നെ നീചമായിട്ടുള്ള ജന്മമായിരിക്കും അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ മറ്റ് നീച യോനികളിൽ, അതായത് വൃക്ഷലതാദികളെ പക്ഷിമൃഗാദികളൊക്കെ ആയിട്ട് കീടമായിട്ടും അണുക്കളായിട്ടും ഒക്കെ ജനിക്കേണ്ടി വരും. അതാണ് താഴത്തെ കൊമ്പെന്ന് പറയുന്നത്. അവിടെ ഇരുന്നും കൊണ്ട് അവര് രജോ ഗുണത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുകയാണെങ്കിലോ അതിനുപരിയായിട്ടുള്ള ജന്മങ്ങൾ അവർക്ക് കിട്ടും. പിന്നീട് അതിനും അവിടെ ഇരുന്നു കൊണ്ട് വീണ്ടും അവര് ഉയരാൻ ശ്രമിക്കുകയാണെങ്കിലോ അവർക്ക് ദേവീദേവന്മാരെ, യക്ഷകിന്നരാദികള്, സിദ്ധഗന്ധർവന്മാരെ, ഇങ്ങനെയുള്ള ജന്മങ്ങളിൽ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതാണ് ഇവിടെ വൃക്ഷത്തിന്റെ ശാഖകള് മുകളിലും താഴെയുമായിട്ട് നിലകൊള്ളുന്നു എന്ന് പറയുന്നത്. അത് വേരുകളും ശാഖകളും ഒക്കെ പാതാള ലോകം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് ഭക്തിയുടെ സേവനത്തിന്റെ മഹത്വം, 13-ാം അധ്യായത്തിൽ നിന്നും നമ്മൾ ഭക്തിയുടെ സേവനത്തിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ നമ്മൾ ഈ സേവനം ചെയ്തുകൊണ്ട് നമ്മൾ വിരക്തി കൈവരിക്കണമെന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇതെങ്ങനെ സാധിക്കുമെന്ന് ഇവിടെ ആദ്യത്തെ ശ്ലോകം മുതൽ തന്നെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവാണ് ആദ്യത്തെ ഭൗതിക ജീവി എന്ന് പറയാം, ഇല്ലേ? ഭൗതിക ലോകത്തിൽ ആദ്യത്തെ ആദ്യമായിട്ട് ജന്മം കൊണ്ടത് ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ ബ്രഹ്മലോകം എന്ന് പറയുന്നത് ഭൗതിക ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമാണ്. അപ്പൊ അതുകൊണ്ടാണ് ബ്രഹ്മലോകത്തിൽ നിന്നാണ് വേരുകൾ തുടങ്ങുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭൗതിക ലോകം ആരംഭിക്കുന്നത് ബ്രഹ്മലോകത്തിൽ നിന്നാണ്. ബ്രഹ്മാവിന്റെ ശരീരം എന്ന് പറയുന്നത് ബുദ്ധി കൊണ്ടാണ് ബ്രഹ്മാവിന്റെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ വേര് മനുഷ്യന്റെ ആസക്തി കൊണ്ടാണ്. ബ്രഹ്മാവിനും നാശമുണ്ട്, മരണമുണ്ട് ബ്രഹ്മാവിനും. അപ്പം ബ്രഹ്മാവും ഭൗതിക ജീവിയാണ്, ആഗ്രഹങ്ങളുണ്ട് ബ്രഹ്മാവിന്. അപ്പൊ അത് ഗ്രഹങ്ങളുടെ സമുച്ചയമാണ് എന്ത്, ശാഖകളും ഉപശാഖകളും ഒക്കെ. അവിടെ എല്ലാം ജീവാത്മാക്കളുണ്ട്. കാരണം അവരൊക്കെ വിഷയാസക്തി കാരണമാണ് ഇതില് ഈ ഭൗതിക ലോകത്തില് കുടുങ്ങിക്കിടക്കുന്നത്. അപ്പൊ ശാഖകൾ എന്ന് പറയുന്നത് നമ്മളുടെ ധർമാർത്ഥം, കാമം, മോക്ഷം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങൾ. അതായത് പുരുഷാർത്ഥങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, വിഷയാസക്തി, ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ധർമ്മം, പിന്നെ അതിൽ നിന്ന് അർത്ഥം നേടാൻ ആഗ്രഹിക്കുന്നു, പിന്നെ അർത്ഥം കൊണ്ട് കാമപൂർത്തി വരുത്തുന്നു, പിന്നീടാണ് മോക്ഷത്തെ പറ്റി താല്പര്യമുള്ളവരെ മോക്ഷത്തെ പറ്റി ചിന്തിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ശാഖകള്, വിഷയാസക്തി കൊണ്ടാണ് ശാഖകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ അനാസക്തിയ വിഷയങ്ങളോടൊക്കെ നമ്മൾ അനാസക്തി ഉള്ളവരായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനപ്പുറം കടക്കാന് സാധിക്കുകയുള്ളൂ. അപ്പം ഈ വൃക്ഷത്തിന്റെ കായകളാണെങ്കിലോ നമ്മളുടെ പ്രവൃത്തികൾ, പാപപുണ്യങ്ങളാകുന്ന പ്രവൃത്തികളാണ് വൃക്ഷത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സൃഷ്ടി തുടങ്ങുന്നത് എവിടെ നിന്നാണ്, ഭൗതിക പ്രകൃതി എവിടെ നിന്ന് വരുന്നു, പ്രധാനിൽ നിന്ന്, ഇല്ലേ? അപ്പൊ പ്രധാനെ ഭൗതിക പ്രകൃതിയെ ഭഗവാനെ വീക്ഷിക്കുന്നത് കൊണ്ടാണ് സൃഷ്ടി നടക്കുന്നത്. അപ്പൊ സൃഷ്ടിക്ക് മുൻപ് ത്രിഗുണങ്ങളൊക്കെ ഏതവസ്ഥയിലായിരുന്നു, തുല്യ അവസ്ഥയിലായിരുന്നു, സമനിലയിലായിരുന്നു. സൃഷ്ടിക്ക് ശേഷമാണ് ഇവയൊക്കെ വളരാന് തുടങ്ങിയത്.
അപ്പൊ ഈ ആധ്യാത്മികമായിട്ടുള്ള വൃക്ഷത്തിന്റെ നിഴല് തൃഷ്ണയിലാണ് നിലകൊള്ളുന്നത്. അപ്പം ഈ ഭൗതിക ലോകത്തില് പ്രതിഫലിച്ച് കാണുന്നതിനൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് ജീവാത്മാക്കളുടെ അമിതമായിട്ടുള്ള ആഗ്രഹം, തൃഷ്ണയാണ്. അപ്പം ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നവര് ഈ അരയാൽ വൃക്ഷത്തെ ശരിയായിട്ട് മനസ്സിലാക്കി അതിനെ വിശകലനം ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഭൗതിക ലോകത്തിലുള്ളതൊക്കെ എവിടെയുമുണ്ട്, ആധ്യാത്മിക ലോകത്തില് ഉണ്ട്. അപ്പം വ്യക്തിശൂന്യവാദികള് ബ്രഹ്മത്തെയാണ് അവര് പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ബ്രഹ്മമാണ് ഭൗതിക ലോകത്തിന്റെ വേര്. അതുകൊണ്ടാണ് ബ്രഹ്മലോകത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെയാണ് സൃഷ്ടി തുടങ്ങിയത്. അപ്പൊ സൃഷ്ടി തുടങ്ങിയപ്പോൾ പ്രകൃതി, പുരുഷൻ, ത്രിഗുണങ്ങള്, പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, മനസ്സ് ഇതെല്ലാം ഉണ്ടായി. അങ്ങനെ ഇത് സാഖ്യയോഗികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരിങ്ങനെ ഓരോന്നിനെ 26 ഘടകങ്ങളെ വിശകലനം ചെയ്തിട്ടാണ് അവര് പഠിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞത് വൈവിധ്യം നിറഞ്ഞതാണ്. ആധ്യാത്മിക ലോകത്തില് എന്തുണ്ട്? വൈവിധ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയുള്ള വൈവിധ്യങ്ങളൊക്കെ സത്യമാണ്, ഒറിജിനലാണ്. ഇവിടെ ഉള്ളതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എല്ലാം തലതിരിഞ്ഞതാണ് ഇവിടെ ഉള്ളതെല്ലാം. അപ്പം ഭഗവാന്റെ തന്നെ ശക്തിയാണ് പ്രകൃതി. അതായത് ഭഗവാന്റെ തന്നെ ശക്തിയാണ് ബഹിരംഗ ശക്തി എന്ന് പറയുന്നത്. ഭഗവാൻ മാത്രമേ ഉള്ളൂ പുരുഷനായിട്ട്. ഇത് ഭഗവത്ഗീതയിൽ കൂടി നമുക്ക് മനസ്സിലാക്കാന് സാധിക്കുന്നു. അപ്പം ഈ ആവിഷ്കാരം എന്ന് പറയുന്നത്, അതായത് ഈ വൃക്ഷം അല്ലെങ്കിൽ ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് നിമിഷ നേരത്തേക്കേ ഉള്ളൂ. കണ്ണടച്ച് തുറന്നു നോക്കുന്നതിന് മുമ്പ് തന്നെ സംഹാരം നടക്കുന്നു, ഇതെല്ലാം നശിക്കുന്നു. അപ്പം ഈ വൃക്ഷം എന്ന് പറയുന്നത് അവ്യയമാണ്, സനാതനമാണ്. അതിന്റെ വേരുകള് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? ബ്രഹ്മാവിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ ശാഖകൾ എന്ന് പറയുന്നത് വ്യത്യസ്ത യോനികളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് ആ ശരീരം സ്വീകരിച്ചുകൊണ്ട് ഓരോ യോനികളിൽ, വ്യത്യസ്ത യോനികളിലേക്ക് ജീവാത്മാക്കള് ശരീരം സ്വീകരിക്കാന് നമ്മൾ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ ശാഖകളിൽ നിന്നും, അതായത് ഓരോ ജന്മങ്ങളും എടുക്കേണ്ടി വരുന്നു. വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അനേകം ജന്മ മൃത്യു ജരാവ്യാധി, അങ്ങനെ നമുക്ക് ജനന മരണമാകുന്ന ചക്രത്തിൽപ്പെട്ട ഒരു ശാഖയിൽ നിന്ന് അടുത്ത ശാഖയിലേക്ക്, എന്ന് വെച്ചാൽ ഒരു ശരീരം സ്വീകരിച്ച് അത് ത്യജിച്ച് മറ്റൊരു ശരീരം, ഇങ്ങനെ നമ്മൾ എത്രയോ കാലങ്ങളായി നമ്മളുടെ ഈ പ്രക്രിയകള് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പം നമ്മൾ എപ്പോഴാണോ നമ്മളുടെ ബുദ്ധി ഭഗവത്ഗീതയിലേക്ക് തിരിയുന്നത്, ഭഗവത്ഗീതയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ ഈ ശാഖയിൽ നിന്ന് അല്ലെങ്കിൽ ഈ കൊമ്പ് വെട്ടി മുറിക്കാന് നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നമുക്ക് ജനന മരണമാകുന്ന ചക്രത്തിന് വിരാമമിടാന് നമുക്ക് സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഒരു ശാഖയിൽ നിന്ന് അടുത്ത ശാഖയിലേക്കുള്ള സ്ഥാനാന്തരണം, ജീവാത്മാവിന്റെ വിവിധ ശരീരങ്ങൾ, വ്യത്യസ്ത ശരീരങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ജീവാത്മാക്കളുടെ ആ സഞ്ചാരത്തെയാണ് ഇവിടെ സ്ഥാനാന്തരണം എന്ന് പറയുന്നത്. അതേസമയം വേദങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഈ ആസക്തിയൊക്കെ അറുത്തുമുറിക്കാന് അതിവേഗം സാധിക്കുന്നു. അതേസമയം വേദങ്ങളിൽ പറയുന്ന, കർമ്മകാണ്ഡങ്ങളിൽ പറയുന്ന പ്രവൃത്തികൾ ചെയ്യാൻ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന്റെ ഏത് ഭാഗത്തിനോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നുക? ഇലകളോട്. ആ ഇലകൾ എന്ന് പറയുന്നത് വേദങ്ങളാണെന്ന് പറഞ്ഞു ഇല്ലേ? അപ്പൊ ഇലകള് പിന്നെ എങ്ങനെയാണോ വൃക്ഷത്തിന് വേണ്ടുന്ന ആഹാരം ഉണ്ടാക്കുന്നത്, നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്. ഇലകളാണ് അടുക്കള എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ളവർക്ക് ഇലകളാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത്. കാരണം എന്താണ്? അവരെ അത്രമാത്രം ആസക്തിയാണ് അവർക്ക്. അങ്ങനെ അവരെ വിഷയാസക്തിയാകുന്ന വെള്ളവും വളവും കൊടുത്തിട്ടാണ് ഈ വൃക്ഷത്തെ വളർത്തി എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വേരുകൾ അത്ര സുദൃഢമാണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര വേഗം പുറത്തു കടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ത്രിഗുണങ്ങള് നമ്മളെ അത്രയധികം ബന്ധനത്തിലാക്കിയിരിക്കുകയാണ്. ബന്ധനം എങ്ങനെ തന്നെയായാലും ദുഃഖമാണ് ഇല്ലേ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അത് സ്വർണം കൊണ്ടുള്ള ചങ്ങലയായാലും വെള്ളി കൊണ്ടുള്ളതായാലും ഇരുമ്പ് കൊണ്ടുള്ളതായാലും നമുക്ക് ദുഃഖമാണ് കിട്ടുക. ഒരു തത്തയെ പിടിച്ച് കൂട്ടിലിട്ട് കഴിഞ്ഞാൽ തത്തയ്ക്ക് സന്തോഷമാകുമോ? ഇല്ല. അതെന്താണ് ആഗ്രഹിക്കുന്നത്?
അത് ആകാശത്തിങ്ങനെ പാറിപ്പറന്ന് നടക്കാനാണ് ആ പക്ഷി ആഗ്രഹിക്കുക. അതേപോലെ ഭഗവാനും ജീവാത്മാക്കളെ ഇവിടെ കുടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ ദോഷവശങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഇതിൽ നിന്ന് പുറത്തു കടന്ന് പരിപൂർണ സ്വതന്ത്രരാവണം. ഭഗവാന്റെ ധാമത്തിൽ അങ്ങനെ നമ്മൾ എത്തിച്ചേരണം. ഭൗതികതയാകുന്ന ബന്ധനം വിട്ട് ആ ബന്ധനത്തിൽ നിന്ന് നമ്മൾ പരിപൂർണമായിട്ട് സ്വതന്ത്രരാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മളെ സൃഷ്ടിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടത്. പക്ഷെ നമ്മളുടെ ബുദ്ധിയൊന്നും അവിടേക്ക് പോകുന്നതേയില്ല. നമ്മളുടെ പ്രവൃത്തികൾ നമ്മളെ വീണ്ടും വീണ്ടും ഇവിടെ കൊടുക്കുന്ന രീതിയിലുള്ളതാണ്. അപ്പം ആധ്യാത്മിക ലോകത്തിലെ, അതായത് ഈ ഭൗതിക ലോകത്തിൽ കാണുന്നത് ആധ്യാത്മിക ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തിന്റെ തലകീഴായിട്ടുള്ള പതിപ്പാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഭൗതിക ലോകം തലകീഴാണ്, ആധ്യാത്മിക ലോകത്തിന്റെ തലകീഴായിട്ടുള്ള ഒരു പ്രതിബിംബമാണ് എന്ന്. അപ്പം യഥാർത്ഥ വൃക്ഷത്തെ നമ്മൾ കണ്ടെത്തി അവിടെ എത്തിച്ചേരാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതെങ്ങനെ സാധിക്കും? അതിന് നമ്മൾ നിസ്സംഗത പരിശീലിച്ചേ പറ്റുള്ളൂ. എല്ലാത്തിനോടും അനാസക്തരാവണം. അനാസക്തരെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാന് സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ സാധിച്ച വ്യക്തിയാണ് വേദങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ആളെന്ന് പറയുന്നത്. ഇനി അടുത്ത ക്ലാസ്സില് അടുത്ത ശ്ലോകം എടുക്കാൻ ഇപ്പൊ അതിന് സമയമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ, ഇതുമായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹരേ കൃഷ്ണ മാതാജി. ഈ ഷട്ടർ